ശരി, ആദ്യം തന്നെ രാഷ്ട്രീയമായി വളരെ പുകഞ്ഞ ഒരു അവസ്ഥയിലുള്ള തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ DCC അധ്യക്ഷൻ ടാജറ്റ് മാധ്യമങ്ങളെ കാണും. അതിലേക്ക് വടകര ബേപ്പൂർ മോഡൽ മറ്റത്തൂർ പതിപ്പാണ് ഉണ്ടായതെന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ബന്ധം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുമോ? എന്ത് ബാലിശമായ ആരോപണമാണ് സുഹൃത്തെ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അവിടെ മറ്റത്തൂർ മാത്രമാക്കണേ? വേറെ എത്രയോ പഞ്ചായത്തുകളുണ്ട്. CPM വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഞങ്ങളും BJPയും കൂടെ കൂടിയാൽ CPM പരാജയപ്പെടുന്ന എത്ര പഞ്ചായത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരണം? വല്ലച്ചിറയിൽ BJPയും CPM-ഉം കൂടെ കോൺഗ്രസും കൂടെ കൂടിയാൽ CPM-നെ തോൽപ്പിച്ചുകൂടെ? പാറളത്ത് തോൽപ്പിച്ചുകൂടെ? എത്ര സ്ഥലത്ത് തോൽപ്പിക്കാം? അപ്പോൾ അത് പാർട്ടിയുടെ ഒരു നയമല്ല. അവിടെ അംഗങ്ങൾക്ക് സംഭവിച്ച ഒരു തെറ്റ്, ആ തെറ്റായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. ഞങ്ങൾ കേരളം ഒട്ടുക്കുന്നല്ല, രാജ്യമൊട്ടുക്ക് ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി യാതൊരു ബന്ധമില്ലല്ലോ. ഈ പാർലമെന്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബോധപൂർവ്വം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് നേരത്തെ പരിഗണിച്ച വോട്ട് അസാധുവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്കെതിരെ നടപടി ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു, അതായത് അവിടെ അത്തരത്തിലുള്ള കാര്യമല്ല. ഇവർക്ക് അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിന്ദു ടീച്ചർ. ഈ മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചത് കണ്ടായിരിക്കും. ഒറ്റച്ചാട്ടത്തിന് BJPയിൽ എത്താൻ കൊതിക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് എന്നുള്ളത്. ഒറ്റച്ചാട്ടത്തിൽ BJPയിൽ എത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടതെന്നുള്ളതാണ് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. എനിക്കിതാണ് പറയേണ്ടത്. എന്തിനും മറ്റത്തൂർ മാത്രമാക്കണേ സുഹൃത്ത്? അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ചെയ്തുകൂടെ? ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്താൽ പോരെ? അങ്ങനെ ഒരു സ്ഥലമായിട്ട് മാത്രം ചെയ്യണോ? അപ്പൊ അതൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞു, ഇത് DCC പ്രസിഡന്റ് വിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് പ്രാദേശികമായി ഉത്തരവാദിത്തപ്പെട്ട ഓരോ ആൾക്കാരുണ്ട്, അവർക്കാണ് വിപ്പ് കൈമാറുക. മണ്ഡലം പ്രസിഡന്റും അതുപോലെ തന്നെ ചാർജ് ജനറൽ സെക്രട്ടറി ഉണ്ട്, അവർക്കാണ് അത് കൊടുക്കുക. അവർക്ക് കൈമാറാനേ നമുക്ക് സാധിക്കുള്ളൂ. സ്വാഭാവികമായും പുറത്താക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് അത് കയറി ഇനി അഡ്മിറ്റ് ചെയ്യൂ? അത്രയേ ഉള്ളൂ. അതായത് നടപടി അവര് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനായി ഇനി വിപ്പ് ഇല്ലെന്ന് തന്നെ വെച്ചോ, വാദഗതിക്ക് അതിന്റെ പേരിൽ ഇത് ചെയ്യാൻ പാടുണ്ടോ? വിപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വാദഗതിക്ക് വേണ്ടി നിങ്ങളത് സമ്മതിക്കുക, എന്നാൽ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായ തെറ്റാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലാണ്ട് മറ്റത് ഇമ്മെറ്റീരിയലാണ്. നമ്മളതിൽ പരിശോധിക്കേണ്ടത് ചേരാൻ പാടില്ലാത്തവരുടെ കയ്യിൽ നിന്നും സഹായം വാങ്ങി, ആ സഹായം വാങ്ങിയ നടപടി തെറ്റാണ്. അതുകൊണ്ട് അവർ തിരുത്തണം, അവർ രാജിവെക്കും. ഈ ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടെ, ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ഗ്രൂപ്പുപോരാണ് എന്നുള്ള കാര്യം വെളിച്ചത്തേക്ക് വരികയാണ്. DCC പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രവർത്തകരുടെ വികാരം. എന്നോട് പല കോൺഗ്രസ് പ്രവർത്തകരും ആ കാര്യം പറയിച്ചിട്ടുണ്ട്, പേര് പറയുന്നില്ല എന്നുള്ളവർക്കും അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുകയാണ്. എന്താണ് കാര്യം? ഇത്തരം കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും പറയാനില്ല. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, പാർട്ടി ഈ ജില്ലയിൽ ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അല്ല, ചോദിച്ചു, അതിലവരെ മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണം. അതുകൊണ്ട് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം വിലയിരുത്തിയായിരുന്നു ടാജറ്റ്. ഇവിടെ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും വേണമെങ്കിൽ അത്തരത്തിൽ CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ BJP കോൺഗ്രസ് ഒരുമിച്ച് ചേർന്നാൽ കഴിയും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പ്രാദേശികമായി നടക്കുന്ന ചില കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്.